നോക്കിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 9 മണി വരെയാണ് അവർ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. അല്ലേ അത് പ്രീ ബുക്ക് ചെയ്യണോ അതോ വന്നിട്ട് ചെയ്താൽ മതി? ഉച്ചയോണ് കഴിഞ്ഞാൽ അല്പം വിശ്രമം അത് നിർബന്ധമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ചേച്ചി കിടന്ന് നല്ലോണം ഉറങ്ങുന്നുണ്ടാവുന്നത്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഈ സമയത്ത് ഒരു 10 to 12 hours ഉറങ്ങണം. പക്ഷെ ആൾക്ക് അങ്ങനെയൊന്നുമില്ല. പോട്ടെ. ഇതാണ് DJI Mini 4 Pro, വൺ ഓഫ് ദി മോസ്റ്റ് കേപ്പബിൾ ലൈറ്റ് വെയ്റ്റ് ഡ്രോൺസ് അവൈലബിൾ. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ടൊവിനോ തോമസിൻ്റെ ഷൂട്ടിങ് തൊടുപുഴയിലെ പല പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കനാലിൽ ഷൂട്ടിങ് നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞത്. എന്നാൽ പിന്നെ നമ്മുടെ ഹീറോനെ ഒന്ന് പറത്തി വിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ആഷിയും ചിക്കും, അതായത് അർഷക്കാരൻ്റെ സിസ്റ്ററും ബ്രദർ ഇൻ ലോയും, ഇവർ റിയാദിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസേർട്ട് സഫാരി, ഡെസേർട്ട് ക്യാമ്പിങ് ഇങ്ങനത്തെ കുറേ പരിപാടികളിൽ ആക്റ്റീവായിട്ടുള്ള ടീമാണ്. അപ്പോൾ അവർ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി മേടിച്ച ഡ്രോണായിരുന്നു. ഈ തവണ വന്നപ്പോൾ നമ്മളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നതാണ്. അങ്ങനെ അവരുടെ ഷൂട്ടിങ് നടക്കുന്ന ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ടൊവിനോ തോമസിനെ കണ്ടില്ലെങ്കിൽ എന്താ, നമ്മുടെ നാടിനൊക്കെ എന്തായാലും ഭംഗി. പിന്നെ നമ്മൾ ഹീറോനെ കോൾ ബാക്ക് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രകാരത്തിൽ തട്ടാണ്ടും മുട്ടാണ്ടും ഒക്കെ സേഫായിട്ട് നമ്മൾ ഇറക്കി. ഹലോ. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്ത് പോകണം. അപ്പോൾ ഉച്ച കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കു പറഞ്ഞു നമുക്ക് ഡിന്നർ എങ്കിൽ പുറത്തുനിന്ന് ആക്കിയാലോ എന്ന് ഇങ്ങനെ ചോദിച്ചു. അതിനിപ്പോൾ എന്താ ചിക്കു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാൽ പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെയും കൂടി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അജ്മൽ ആൻഡ് ഫാമിലീനെ വിളിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ വേറൊരു ഫ്രണ്ടുണ്ട് ജെയിംസ്, അവരും ഫാമിലീനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തത് തൊടുപുഴയുള്ള മാടപ്പറമ്പിൽ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോവാം, കുറച്ച് നമ്മൾ ഫുഡ് കഴിക്കാം, കുറച്ച് നേരം അവിടെ കുറച്ച് നല്ല ആംബിയൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കാം, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. പക്ഷേ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് വിളിച്ച് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 9 മണി വരെയാണ് അവർ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾക്ക് ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ ആ പരിപാടി നേരെ ക്യാൻസൽ ചെയ്തു. പക്ഷേ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. എനിഹൗ നമ്മൾ ഇറങ്ങാണ് വീട്ടിൽ നിന്ന്. എവിടെയാണ് പോകാന്നുള്ളത് ഓൺ ദി വേയിൽ പ്ലാൻ ചെയ്യാൻ നേരത്തി. ശരിയാണ്, ഇപ്പോഴും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അത് മാത്രമല്ല ജെയിംസ് ആൻഡ് ഫാമിലിയുടെ കാര്യത്തിലും ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. കുഞ്ഞിനെ ഒരു കയ്യിൽ പിടിച്ചോണ്ട് ഈ കോട്ടയം പിടിച്ചിട്ട് ആ പെണ്ണ് നടന്നു വരുന്നതാണ് ആണല്ലേ ആ അവസ്ഥ. നമ്മുടെ ഇവിടുത്തെ പെണ്ണുങ്ങൾ പറഞ്ഞാല് ഇതൊങ്ങനെ ഇതിങ്ങനെയെന്ന് വെച്ചോണ്ടിരിക്കുന്നത് തന്നെയാണ് പ്രശ്നം. ഇതായി വരുമ്പോ അപ്പൊ നമ്മള് ഈ വണ്ടിയിൽ നിന്ന് നേരതാ ഈ വണ്ടിയിലോട്ട് ഷിഫ്റ്റ് ആവാനേ. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. അങ്ങനെ ഈ ദൗത്യത്തിൽ നമ്മളും അജ്മലും ഫാമിലിയേ ഉള്ളൂ. ജെയിംസിനൊന്നും നമ്മൾ ജോയിൻ ചെയ്യാൻ പറ്റില്ലെന്ന് അവർ വിളിച്ചു പറഞ്ഞു. കണ്ടപ്പോൾ മുതൽ നമുക്ക് പെരുമ്പാവൂർ പോവാം, നമുക്ക് ജാത്തറിൽ പോകാൻ തന്നെ അജ്മൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത്ര ദൂരമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചവിട്ടി എന്തായാലും മൂവാറ്റുപുഴ വരെ പോയി നോക്കാമെന്നുള്ള മൈൻഡായിരുന്നു. പിന്നെ ടെമ്പററി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിന്റെ മെനു എടുത്ത് നോക്കുന്ന അർഷക്കാരൻ സുരാജിന്റെ ഇതുണ്ടായിരുന്നു.
മൂവാറ്റുപുഴയിൽ പോകാമെന്ന് കരുതിയ ഷോപ്പ് ഓപ്പൺ അല്ല. അങ്ങനെ ഫൈനലി ജാത്ര തന്നെയായി. അല്ല എന്താ കഴിക്കാനുള്ള ഇപ്പൊ വന്നു കഴിഞ്ഞാല് ഓക്കെ കബാബ് ഉണ്ടോ? കബാബ് ഉണ്ടാവും അല്ലേ? ഓക്കെ പ്രീ ബുക്ക് ചെയ്യണോ അതോ വന്നിട്ട് ചെയ്താൽ മതിയോ? ഞങ്ങളൊരു 10-25 മിനിറ്റ്. ഓക്കെ ശരി. Zaatar is one of the famous multi-cuisine restaurant and this serves traditional Arabian dishes. ഡിഷസ് മാത്രമല്ല, അവിടുത്തെ ഒരു ആംബിയൻസ് തന്നെ ഒരു വേറെ ഫീലാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ഊതിൻ്റെ സ്മെല്ലൊക്കെയാണ്. മാത്രമല്ല അവരുടെ ഇൻറ്റീരിയേഴ്സ് ചെയ്തേക്കുന്നത്, അവർ പ്ലേ ചെയ്യുന്ന BGMs എല്ലാത്തിനും ഒരു അറബിക് ടച്ച് തന്നെയാണ്. അപ്പോൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് അജ്മലോ ഫാമിലി എത്തിയിട്ടുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഹലോ. സോ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് പെരുമ്പാവൂർ ജാത്തറിലാണ്. നമ്മുടെ അളിയൻ ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. സോ ആൾക്ക് നമുക്ക് ട്രീറ്റ് തരണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അത് പ്രമാണിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇറങ്ങിയപ്പോൾ ആദ്യം നമ്മൾ നോക്കിയത് തൊടുപുഴയിലാണ്. പക്ഷേ തൊടുപുഴയിൽ അത്ര സെറ്റായില്ല. അത് കഴിഞ്ഞ് നമ്മൾ മൂവാറ്റുപുഴ കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കട ഓപ്പൺ അല്ല. അങ്ങനെ നമ്മൾ വന്ന് ഇപ്പോൾ പെരുമ്പാവൂരിലെ ജാത്തറിൽ വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെ ജാത്തർ ഓപ്പൺ ആയിട്ട് വളരെ കുറച്ച് നാളായിട്ടുള്ളൂ. അടിപൊളി ആംബിയൻസിലാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ ഒപ്പം അജ്മൽ ആൻഡ് ഫാമിലി ഉണ്ട്. സോ അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നമ്മൾ ജാത്തറിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ലുക്ക് ഓക്കെ മീൻസ് അടിപൊളിയാണ്. ഓരോ ഫ്ലോറിലും അവർ ലോഞ്ചും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഫുഡിലോട്ട് പോവാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വരാം. അതിന് മുൻപായിട്ട് ഞാൻ ജാത്ര ഒന്ന് കാണിച്ചു തരാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഫ്രഷ് ഫിഷൊക്കെ ഉണ്ട്. നമ്മൾ ചെന്നപ്പോൾ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് ഫിഷൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഡൈനിങ് സ്പേസ് ആണ്. പിന്നീട് നമ്മൾ പോയത് ഫസ്റ്റ് ഫ്ലോറിലേക്കായിരുന്നു. അവിടെ ഒരു ബാങ്ക്വറ്റ് ഹാളും ഹുക്ക ലോഞ്ചുമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോർ കയറി ചെന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ വീണ്ടും അവിടെ ഒരു ഡൈനിങ് സ്പേസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഏരിയ തന്നെയുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഹുക്ക ലോഞ്ചും അതേപോലെ തന്നെ ബാങ്ക്വറ്റ് ഹാളും ഉള്ളത്. കുട്ടികളൊക്കെ ആയിട്ട് വന്നുകൊണ്ട് ആ ഏരിയയിലേക്ക് അടുക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായില്ല. ജസ്റ്റ് അവിടെയെല്ലാം പോയി കണ്ട് തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ നമ്മുടെ ടീമിൻ്റെ അടുത്തോട്ട് പോയി. ഞാൻ ചെല്ലുമ്പോൾ അവർ ഓൾറെഡി എന്തൊക്കെയോ ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ഓർഡർ ചെയ്തേക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇത് അഷക്കറിൻ്റെ രണ്ടാമത്തെ സിസ്റ്ററാണ്. ആളൊരു വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് ആൾക്ക് മാത്രം നമ്മൾ വെജ് സൂപ്പ് ഓർഡറാക്കി. പിന്നെ ഇതിനെ പറ്റിയിട്ട് കൂടുതലും ഞാനും അറിവൊക്കെ ഉള്ളത് നമ്മുടെ പൊന്നാളിയന് തന്നെയാണ്. അതുകൊണ്ട് ആളാണ് മുൻകൈ എടുത്ത് എല്ലാ സാധനങ്ങളും ഓർഡറാക്കി നമുക്ക് തന്നത്. ഇതിന് പുറമെ നമ്മൾ അവിടുത്തെ അഫ്ഗാനി ചിക്കൻ, അതേപോലെ ചിക്കൻ കടായി, പിന്നെ പൊറോട്ട, നാൻ, കുൽച്ച, ഒരുപാട് സാധനങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ജാത്തറിന് കേരളത്തിൽ മൊത്തം 4 ഔട്ട്ലെറ്റ്സ് ആണുള്ളത്. അതിലൊന്ന് കൊച്ചിയിലെ പനമ്പള്ളി നഗറാണ്. അവിടെ ഞാൻ പോയിട്ടുണ്ട്. ഒന്നുള്ളത് കൊച്ചിയിൽ തന്നെ പാലാരിവട്ടത്താണ്, അവിടെയും പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കമ്പാരിറ്റീവ്ലി പെരുമ്പാവൂരിലെ ജാത്ര തന്നെയാണ്. ലാസ്റ്റ് നമ്മൾ ഡെസേർട്ടിന് ചോക്ലേറ്റ് കുനാഫയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറയട്ടെ, മൊത്തത്തിൽ എനിക്ക് പെരുമ്പാവൂരിലെ ജാത്ര ഒത്തിരി ഇഷ്ടമായി. ഫുഡ് ഒരു രക്ഷയില്ല. അതേപോലെ ആംബിയൻസും അടിപൊളിയാണ്. അതുമാത്രമല്ല, നമ്മൾ ഒരുപാട് തിരഞ്ഞു നടന്നൊരു സാധനമാണ് മക്ലൂബ റൈസ്. അതും വന്നിട്ടുണ്ട് ജാത്തറിൽ. സോ ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ റെസ്റ്റോറൻറ്റ്. ഹൈലി റെക്കമെൻഡഡ് ആണ്. നമ്മളിങ്ങോട്ട് കൊണ്ടുവന്ന അജ്മൽക്കും ഫാമിലിക്കും ഒരു താങ്ക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. എന്നൊക്കെ ബംഗളൂരു ഒരു പരിപാടിക്ക് പോകില്ല എന്നൊക്കെയാണ് ഇവിടെ ചില ആൾക്കാർക്ക് നമ്മള് പോണ്ടേ ഞങ്ങൾ വേണോ?